ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓയിലോ മുട്ടയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ വീശി അടിക്കുക പോലും ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് ലെയറുകളുള്ള നല്ല വീറ്റ് പൊറോട്ട ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഹോട്ടലുകളിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച് വാങ്ങുന്ന ഒരു സാധനമാണല്ലോ പൊറോട്ട. അപ്പോൾ അതുപോലെ തന്നെ ലെയറുകളുള്ള വീറ്റ് പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ഇത് തയ്യാറാക്കാനായിട്ട് സാധാരണയുള്ള ഗോതമ്പ് പൊടി 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകാതെ നമ്മൾ നോക്കണം. ഈ സമയത്ത് ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് ഇതുപോലെ അമർത്തി നല്ല ബലമായിട്ട് ഈ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. ഇനി കുഴച്ചെടുത്ത മാവ് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് വീണ്ടും കൗണ്ടർ ടോപ്പിലിട്ട് നല്ല ശക്തി കൊടുത്ത് ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കണം. എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് കുഴയിലാണ് എല്ലാം ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മാവ് തൂവിയ ശേഷം ഓരോ ഉരുളകളായിട്ട് വെച്ച് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. പക്ഷേ ചപ്പാത്തിയുടെ വലുപ്പത്തിലല്ല, അതിനേക്കാൾ വളരെ കനം കുറച്ച് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കേണ്ട. ഓയിൽ എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പൊടി കുറച്ചെടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഇതുപോലെ നേരിയ കനം കുറഞ്ഞ വീതി കുറഞ്ഞ റിബണുകളായിട്ട് നമ്മളിത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുറിച്ചെടുത്ത ശേഷം എല്ലാ റിബണുകളും കൂടെ ഒന്നിച്ചാക്കണം. വിരലുകൾ വെച്ച് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ റിബണുകളെല്ലാം ഇങ്ങോട്ട് പോരും. ഇതുപോലെ എടുത്ത ശേഷം ഇത് റൗണ്ടായി ഒന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ചുറ്റി വട്ടത്തിലാക്കി വെച്ച് ഉള്ളംകൈ വെച്ചൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമ്മൾ എത്ര ഉണ്ടയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്രയും ഇതുപോലെ ആക്കി വെച്ച ശേഷം നമുക്ക് ഓരോന്നായിട്ട് കൈ വെച്ച് പതുക്കെ പരത്തി കൊടുക്കാം. മറിച്ചിട്ട ശേഷം വീണ്ടും കൈ വെച്ചൊന്ന് പതുക്കെ അമർത്തി കൊടുത്ത ശേഷം ചപ്പാത്തി വടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അധികം ശക്തി കൊടുക്കാതെ വേണം ഇപ്പോൾ പരത്തിയെടുക്കാൻ. ലെയറുകളൊന്നും ഒട്ടിപ്പിടിക്കാതെ പതുക്കെ മാത്രം നമ്മളൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുക. ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ഇരുവശവും തിരിച്ചു മറിച്ചു വിട്ട് മുരിച്ചെടുക്കാം. മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് 2 വശത്തും ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചപ്പാത്തി പൊറോട്ട അതിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ തന്നെ അതിൻ്റെ ലെയറുകളെല്ലാം ഇങ്ങനെ അടർന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സോഫ്റ്റാണ്. ധാരാളം ലെയറുകളും ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് വീറ്റ് പൊറോട്ട തയ്യാറാക്കി നോക്കണം. ഇത് വളരെ ഹെൽത്തിയാണ്. അധികം എണ്ണ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വീറ്റ് പൊറോട്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ബട്ടൺ അമർത്താനും മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇതുപോലെ എല്ലാവരും വീറ്റ് പൊറോട്ട വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.